ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണ് തയ്യാറാക്കുന്നത്. നോക്കൂ, ഞാനൊരു കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മത്തങ്ങ, പിന്നെ ഒരു 4-5 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, അതേപോലെ അല്പം കറി ലീവ്സ്, ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അല്പം ഉലുവ, അതൊരു 1/4 സ്പൂണ്, അത് അല്പം മഞ്ഞൾ, അതും 1/4 സ്പൂണ്. പിന്നീട് എന്താ ചേർത്തേ? ഇത്രയുമേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. ആ ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ കൂട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം സോൾട്ട് ഇട്ടു. പിന്നെ അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആ മുളകൊക്കെ ചൂടാക്കിയ ആ പാനിനകത്തോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്താം. ഒരു വിസിൽ വരുത്തി കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കഴിയും. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള അരപ്പിന് വേണ്ടുന്ന കൂടെ ചേർക്കുമല്ല അരച്ചുകൊണ്ട് വരാം. ഇപ്പം നോക്ക്, ഒറ്റ വിസിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് ആ വെള്ളം ഇനി വറ്റിച്ചെടുക്കണം. അതിലേക്ക് ചേർക്കാൻ ഒരു 1/4 കപ്പ്, ഒരു ലേശം, ഒരു 2-3 സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. തേങ്ങ കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റൗവിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അതൊന്ന് കത്തിച്ചു കൊടുക്കാം. ആ വെള്ളമെല്ലാം ഒന്ന് കുറേയേറെ അങ്ങ് വറ്റട്ടെ. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ. അതിലേക്ക് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ
എവിടെ പോയി? അടച്ചു വെച്ചിട്ട് കണ്ട, ഇതിലൊരു വെട്ടമില്ലായിരുന്നു. നോക്കൂ, ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ രീതിയിൽ തന്നെ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച്, നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒഴിച്ച് കഴിക്കാം. 2 രീതിയിൽ നമ്മളിത് തയ്യാറാക്കുന്നുണ്ട്. 2 രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തൈര് ഇപ്പോൾ 1 കപ്പ് തൈര് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ തൈര് ആഡ് ചെയ്യാതെ കൊണ്ട് നമ്മൾ ചോറിനകത്ത് ഒഴിച്ച് കഴിച്ചാൽ വേറൊരു ടേസ്റ്റാണ്. ഇത്തിരി എരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മുളക് പൊടി നമ്മൾ ചേർത്ത കാശ്മീരി ചില്ലി അല്ല, എരിവുള്ള മുളകാണ് ചേർത്ത്. മത്തങ്ങയ്ക്ക് പൊതുവേ ഒരു മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് തൈര് ചേർക്കാതെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ തൈര് ചേർത്തതിന് ശേഷം പിന്നെ പറയും വേണ്ട, അത് വേറൊരു ടേസ്റ്റാണ്. രണ്ടും 2 ടേസ്റ്റാണ്. നിങ്ങൾ 2 പാത്രത്തിലായിട്ട് ഒരു കറി മാറ്റി വെച്ചിട്ട് ഒന്നിനകത്ത് തൈരൊഴിച്ചും കഴിച്ച് നോക്കണം, ഒന്നിനകത്ത് തൈരൊഴിക്കാതെയും കഴിച്ച് നോക്കണം. 2 രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തത് സ്പാമായി പോവും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 15 കൂട്ടുകാർ സ്പാമായി പോയിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണാതെ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ്. എല്ലാവരും ഒരു വീഡിയോ ഫുള്ളൊന്ന് കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് എങ്കിലും ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ. അതേപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.